ബി.ജെ.പി നേതാവ് പ്രകാശ് ജാവദേക്കറെ സന്ദർശിച്ച വിഷയത്തിൽ എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജനെ ന്യായീകരിച്ച് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. എല്ലാ മാധ്യമങ്ങളുടെ സൃഷ്ടിയെന്ന ഇ.പി. ജയരാജനും പ്രതികരിച്ചു. ബസ് ഡ്രൈവറെ തടഞ്ഞ തിരുവനന്തപുരം മേയർക്കും പാർട്ടി ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ.പി.യെ മാറ്റേണ്ടതില്ല എന്നാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞതൊപ്പം നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം എല്ലാ തരത്തിലും ഇ.പി. ജയരാജനെ ന്യായീകരിക്കുന്ന നിലപാട് തന്നെയാണ് സി.പി.എം സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത് ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ ഇ.പി.യെ തള്ളിക്കളഞ്ഞാൽ അത് ഇ.പി.യുടെ തുറന്നു പറച്ചൽ വലിയ പ്രതിരോധത്തിലാക്കും സി.പി.എം നേതൃത്വത്തെ എന്നുള്ള തിരിച്ചറിവ്. മറ്റൊന്ന്, ഈ ഒരു ഘട്ടത്തിൽ ഇ.പി.യെ തള്ളിപ്പറഞ്ഞാൽ സി.പി.എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാകും, ജനങ്ങൾ തള്ളിപ്പറയുന്ന സാഹചര്യമാകും എന്നുള്ള ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ എം.വി. ഗോവിന്ദൻ ഇ.പി.യെ ന്യായീകരിച്ചു. സി.പി.എം ഇ.പി. ജയരാജനെ പൂർണ്ണമായും ന്യായീകരിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് വായിച്ചെടുക്കാം. കെ പി, ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ന് വൈകിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പ്രധാനമായും ഈ വിഷയം സംസാരിക്കുകയുണ്ടായി. അതിലാണ് ഈ ഇ.പി. ജയരാജനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നടപടിയിലേക്ക് സി.പി.എം പോയത്. അതായത് ഈ വിഷയം നിലവിൽ വിവാദമാക്കി എടുക്കേണ്ടതില്ല എന്നാണ് സി.പി.എമ്മിൻ്റെ നിലവിലെ തീരുമാനം. അതായത് അത്തരത്തിൽ വിവാദമാക്കി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ തന്നെ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടിയിലെ തന്നെ പല ഉന്നതർക്കും ഇതിൽ ഒരു ദോഷകരമായി ബാധിക്കുമെന്നൊരു ചിന്തയും നിലവിൽ സി.പി.എമ്മിനുണ്ട്. അതായത് ഇ.പി. ജയരാജന് ഇതിൽ എന്തൊക്കെയോ പറയാനുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ഇ.പി. ജയരാജന് ഒരു ആരോപണവുമായി വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തന്നെ താങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഉന്നത നേതാക്കളെ തന്നെ, പാർട്ടിയിലെ തന്നെ ഉന്നതരെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പാർട്ടിക്ക് കൂടുതൽ ക്ഷതമേൽക്കുന്ന രീതിയിൽ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും എന്നത് സി.പി.എം മുന്നിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം ഈ വിഷയത്തെ ഇ.പി. ജയരാജനെ എതിരെ നടപടിയെടുക്കാതെ വിഷയം മാധ്യമങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒതുക്കി തീർക്കുക എന്നൊരു നിലപാടിലേക്ക് ഈ ഒതുക്കി തീർക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഒത്തുതീർപ്പിന്റെ ഒരു നിലപാടിലേക്ക് തന്നെയാണ് സി.പി.എം പോയിരിക്കുന്നത്. പക്ഷേ ഇത് കെട്ടടങ്ങാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇ.പി. ജയരാജന്റെ തുറന്നു പറച്ചിൽ കണ്ണൂർ ഘടകത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. അവിടുത്തെ അണികൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അണികളുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള ഒരു അസ്വാരസ്യം അവർ പലയിടങ്ങളിലും പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിൻ്റെ നീക്കമാണ് സി.പി.എം നേതൃത്വം സ്വീകരിച്ചതെങ്കിലും അത് കെട്ടടങ്ങാനുള്ള ഒരു സാധ്യത വരും ദിവസങ്ങളിൽ കാണുന്നില്ല, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ തന്നെ വിവാദം ഉയർന്ന സമയത്ത് ഇതിൽ സി.പി.എം നേതാക്കൾ പ്രതികരിച്ചില്ല. എന്നാൽ അതിനുശേഷമാണ് കെ സുധാകരൻ ഇത്തരത്തിൽ ഇതിനെ ഇ.പി. ആണെന്ന രീതിയിലൊരു പരാമർശം നടത്തുന്നത്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഇ.പി. ജയരാജൻ ഈ സംഭവം നടന്നുവെന്ന്, അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടന്നുവെന്ന് അറിയിച്ചുകൊണ്ടൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നത്. അത് കൂടുതൽ ഈ സി.പി.എമ്മിനെ മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് തിരഞ്ഞെടുപ്പ് ദിനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. അത് വലിയേറെ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്തൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പല നേതാക്കളെയും ചൊടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഇ.പി. ജയരാജന്റെ സാഹചര്യം നമുക്കറിയാം. അദ്ദേഹം പലതവണ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടാലും ശരി, അല്ലെങ്കിൽ തന്നെ മറ്റ് പല രീതിയിലുള്ള പ്രസ്താവനകളെല്ലാം പാർട്ടിക്ക് ക്ഷതമേൽപ്പിക്കുന്ന സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഇ.പി. ജയരാജനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പാർട്ടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതിലും വലിയൊരു വിഭാഗം ഇ.പി.ക്ക് എതിരാണ് ഇപ്പോഴും. എന്നാൽ തൽക്കാലമായി ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ട് വരണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ. നമുക്കറിയാം നേരത്തെ തന്നെ വലിയൊരു വിഭാഗം ഇതിൽ ഈ വിഷയത്തിൽ ഇ.പി.ക്കെതിരെ നടപടി ഉണ്ടാകണമെന്നതടക്കം, അല്ലെങ്കിൽ ഈ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനം മാറ്റണം, കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അടക്കമുള്ളൊരു നടപടിയിലേക്ക് കടക്കണമെന്നെല്ലാം പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഇ.പി.ക്കെതിരെ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വലിയ വിഭാഗം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അതിലൊന്നും കടക്കാതെ നിലവിലെ വിവാദത്തെ അണച്ചുകൊണ്ട്
EPയെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ CPM കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം നിലവിൽ ഈ വിഷയത്തെ തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരാമർശം നടത്തിയത്, അല്ലെങ്കിൽ EPയെ സംരക്ഷിച്ച് നിർത്തുന്നൊരു നിലയിലേക്ക് ചെന്നത്. അതിനുശേഷമാണ് വൈകിട്ട് EP ജയരാജനും മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതായത് ഈ പ്രകാശ് ജാവ്ദേക്കർ EP അല്ലെങ്കിൽ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അതിൽ ഉണ്ടായിട്ടിരിക്കുന്ന BJP പ്രവേശനം അടക്കമുള്ള വിഷയമെല്ലാം മാധ്യമ സൃഷ്ടി എന്ന നിലയിലേക്കാണ് അദ്ദേഹം ഇതിൽ EP ജയരാജൻ പ്രതികരിക്കുന്നത്. അതായത് ഇത് പൂർണ്ണമായും മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങൾ വരുത്തി തീർത്തതാണ്, തനിക്കിത് യാതൊരു ബന്ധവുമില്ല, മാധ്യമ സൃഷ്ടി വഴി ഉണ്ടായ വിഷയത്തിലൊന്നും തനിക്ക് പ്രതികരിക്കുവാൻ താല്പര്യമില്ല അത് എന്ന് പറയുകയും മാത്രമല്ല, ഇതിൽ ഈ വിഷയം ഉന്നയിച്ചത് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നു എന്നൊരു വിഷയം ഉന്നയിച്ച വ്യക്തിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ് EPയും വിഷയത്തിലെടുത്തത്. അങ്ങനെ പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു നിലപാടാണ് EP ജയരാജനും വിഷയത്തിലെടുത്തത്. എന്തായാലും ഇത്തരത്തിൽ ഈ വിഷയം CPM വളരെയേറെ പുകയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ തൽക്കാലം ഇതിനെ ഒരു സർ തന്നെയാണ് പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം CPMന്റെ ഭാഗത്തിനുമുണ്ടായത്. വരും ദിവസങ്ങളിൽ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു വിലയിരുത്തൽ. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് പിന്നാലെ EP ജയരാജൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നിങ്ങൾ ആരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റായി നിങ്ങൾ മാധ്യമത്തിൻ്റെ നിലവാരം കാത്തിട്ടുണ്ട്. ഒരു തലയ്ക്ക് ഒളിവില്ലാത്തവർ വിളിച്ചു പറയുന്നതെല്ലാം കൊടുക്കാനുള്ളതാണ് നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങൾ എന്താ 2-3 ദിവസമായി കാട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് കാട്ടിട്ടുണ്ട്? ഒരു പത്രധർമ്മമാണ്, ഒരു ന്യായമായ ഒരു പത്രമാധ്യമത്തിൻ്റെ പ്രവൃത്തിയാണ് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഇല്ല വണ്ടി പോകാൻ, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ആലോചിക്കുക. ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് രാജ്യത്ത് നമ്മുടെ മാധ്യമങ്ങൾ മാറാൻ പാടില്ല. ഞാൻ നിയമ നടപടി ആർക്കൊക്കെ എതിരായി നോക്കുന്നതും കാര്യങ്ങളെല്ലാം വെച്ച് നിയമ നടപടി സ്വീകരിക്കും. എനിക്കൊരു പരിചയമില്ലാത്തൊരു സ്ത്രീ നടത്തിയിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളെ പാർട്ടിക്ക് മാത്രം ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. നിങ്ങളെ പത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾ